അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കിഴക്കേക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷക്കാലത്തിലധികമായി മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ബഷീർക്ക് താഴെയിരിക്കുകയാണ്, മുൻ മുനിസിപ്പൽ ചെയർമാനാണ്. അതിനുശേഷമാണ് PP എൽദോസ് മുനിസിപ്പൽ ചെയർമാനായി വരുന്നത്. അതിനിടയിലുള്ള കാലഘട്ടം ഇടതുമുന്നണിക്കായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചു. ഈ 4 വർഷക്കാലത്തിലധികമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നല്ല രീതിയിലുള്ള മുനിസിപ്പൽ ഭരണത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. നമുക്ക് വലിയ കാര്യങ്ങൾ ജനങ്ങളോട് അവകാശപ്പെടാൻ കഴിയാതിരുന്നത് മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ കുറവ് കൊണ്ടല്ല, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കുറവ് കൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗ്രാമസഭകൾ കൂടി നമ്മൾ പ്രയോറിറ്റി തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതികൾ, അതിന് ജില്ലാ ആസൂത്രണ ബോർഡിൻ്റെ അംഗീകാരം ലഭിച്ച് പദ്ധതികൾ നടപ്പിലാക്കാൻ വരുമ്പോഴാണ് ആ പദ്ധതികൾക്ക് പണം തരാൻ കഴിയില്ല എന്ന് സർക്കാർ പറയുന്നു. ഇപ്പോൾ എല്ലാ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും എല്ലാം അനുഭവിക്കുന്നത് ഈ ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ S. മജീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM അബ്ദുൾ മജീദ്, നഗരസഭാ ചെയർമാൻ PP എൽദോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ്, UDF നേതാക്കളായ PA ബഷീർ, A. മുഹമ്മദ് ബഷീർ, ആശ സനൽ, KA അബ്ദുൾ സലാം, സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. ഫെബ്രുവരി 5-ന് റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് IPSന്റെ പ്രഭാഷണം. ഉത്സവ നാളുകളിൽ കേരള നടനം, കൈകൊട്ടിക്കളി, തിരുവാതിര, കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം, ശങ്കരധ്യാനം എന്നിവ അരങ്ങേറുന്നു.